ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഫുൾ ഡേ വ്ളോഗാണ്. ഇതിൽ സ്കൂളുള്ള ദിവസത്തെ വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയും ഉണ്ട്, പിന്നെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം നല്ല മഴയുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ പുറത്ത് പെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 6 മണി ആയിട്ടുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ്. ഞാനന്ന് സിമ്പിളായിട്ട് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിന്. പഴംപൊരിയും ഓട്സും ആണ് ഉണ്ടാക്കിന്. പഴംപൊരി എന്ന് പറയുമ്പോൾ മൈദയിൽ പൊരിച്ചതല്ല, അരിയിൽ പൊരിച്ച പഴംപൊരിയാണ്. എണ്ണയൊന്നും കുടിക്കാത്ത നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, റെസിപ്പി ആയിട്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പഴംപൊരിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ പഴംപൊരി ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ മക്കൾക്ക് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലും ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊക്കെ രാവിലത്തെ ചായ കുടിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. മോന് ചായ കുടിക്കൂല, മോൾക്ക് ചായ ആയാലും കോഫി ആയാലും ഏതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ആയിട്ട് കോഫി ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് രണ്ടാക്കും കൂടെ അങ്ങനെ കോഫി ഉണ്ടാക്കാൻ വേണ്ടി പാല് ചൂടാൻ വെച്ചിട്ട്. ഈ ഒരു പഴംപൊരി രാവിലെ കറിയൊന്നും ഉണ്ടാക്കാൻ ടൈം ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടിയാണ്. എണ്ണയിൽ പൊരിക്കുന്നതാണ്, എന്നാലും എണ്ണ ഒട്ടും കുടിക്കുന്നില്ല. മൈദയിൽ പൊരിക്കുന്ന പഴംപൊരിക്ക് നല്ലോണം എണ്ണ കുടിക്കുന്നില്ല. പിന്നെ വൈകുന്നേരം വരെ വെച്ചാലും ഒരു എണ്ണ കുടിച്ച ഒരു പഴംപൊരി പോലെയല്ല ഉണ്ടാവല്. പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് അങ്ങനെ എണ്ണ കുടിക്കുന്നുമില്ല, വൈകുന്നേരം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൽ പഞ്ചസാര തീരെ ചേർക്കാതെ ഉണ്ടാക്കുക. ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ, പിന്നെ നല്ല പഴുത്ത പഴമാണെങ്കിൽ തീരെ പഞ്ചസാര ചേർക്കാതെയാണ് ഉണ്ടാക്കൽ. പഴംപൊരി ഈ ഒരു രീതിയിൽ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ ഒരു റെസിപ്പി മൈദയിൽ പൊരിച്ച ആ ഒരു പഴംപൊരിൻ്റെ ടേസ്റ്റ് അല്ല, ഇത് വേറൊരു ടേസ്റ്റ്. അരിയിൽ പൊരിക്കുന്നത് കൊണ്ട് തന്നെ വേറൊരു ടേസ്റ്റാണ്. എന്നാൽ ഒരുപാട് അങ്ങനെ ഹാർഡായിട്ടോ ഒന്നുമല്ല, നല്ല ക്രിസ്പി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും എല്ലാം തന്നെയാണ് ഈ പഴംപൊരി. പിന്നെ മൈദ അധികം ഇഷ്ടമല്ലാത്തവരും ഓയിൽ അധികം കുടിക്കാതെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ െല്ലാം നല്ല ഒരു റെസിപ്പി തന്നെയാണ്. ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. പഴം വെച്ചിട്ടുള്ള ഏത് വിഭവവും ഭയങ്കര ഇഷ്ടമാണ്. പഴംപൊരി നല്ല ഇഷ്ടമാണ്, എന്നാലും മൈദ അധികം ഇഷ്ടമല്ല, ഓയിൽ അധികം കുടിച്ചതും ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ തന്നെ ഒരു കണ്ടെത്തിയ റെസിപ്പിയാണ് ഇത്. വേറെ ചാനലിൽ നോക്കിയതോ കണ്ടതോ ഒന്നുമല്ല, ഞാൻ തന്നെ വെറുതെ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഈ ഒരു രീതിയിൽ തന്നെയാണ് എപ്പോഴും പഴം പൊരിക്കൽ. മൈദയിൽ പൊരിക്കുന്നത് ഇവിടെ അങ്ങനെ ഇഷ്ടമല്ല. പഴം പൊരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്. മക്കൾക്ക് അങ്ങനെ ചൂടോടുകൂടെ കോഫി കുടിക്കുന്നത് ഇഷ്ടമല്ല, കുറച്ച് നല്ലോണം തണുത്തതിന് ശേഷം തന്നെയാണ് ഇഷ്ടം. ഇക്കാക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ, നല്ല ചൂടോടുകൂടെ ഇഷ്ടമല്ല. പിന്നെ ഇവിടെ എനിക്ക് മാത്രമേ പിന്നെയും കുറച്ച് ചൂടോടെ കഴിക്കാൻ ഇഷ്ടമുള്ളൂ. ഒരുപാട് ഇങ്ങനെ പൊള്ളുന്ന ചൂട് എനിക്കും ഇഷ്ടമല്ല, എന്നാലും ചൂട് വേണം ചായക്കായാലും കോഫി ആയാലും. പക്ഷേ ഇക്കാക്കും മക്കൾക്കും നേരെ ഓപ്പോസിറ്റാണ്, തീരെ ചൂട് വേണ്ട. ഈ ഒരു പഴംപൊരി ഉണ്ടാക്കുമ്പോൾ തന്നെ കഴിക്കാനും തുടങ്ങും, ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും പഴംപൊരി കാലിയാവുകയും ചെയ്യും. ഇതിപ്പോൾ ഇക്കാക്ക് മാത്രം അങ്ങനെ പഴംപൊരി എടുത്തു കൊടുക്കലാന്ന്. ഇതിൻ്റെ കൂടെ ഞാൻ പഴം പൊരിച്ചതിന് ശേഷം ഓട്സും ഉണ്ടാക്കുന്നുണ്ട്. അത് ഇക്കാക്ക് മാത്രമാണ് ഉണ്ടാക്കുന്നത്, അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും എനിക്കെന്തോ പോലെയാണ്. ഇത് കഴിക്കുമ്പോൾ തന്നെ നല്ലോണം വയറ് ഫില്ലാവും. നമുക്ക് എല്ലാവർക്കും ഓട്സ് ഇഷ്ടമാണ്, പക്ഷേ എന്തെങ്കിലും ഒന്ന് മാത്രമേ കഴിക്കലുള്ളൂ. ഇക്കയും പറയും അങ്ങനെ 2 ഒന്നും വേണ്ട, അത് കഴിക്കുമ്പോൾ തന്നെ വയറ് ഫില്ലാകുന്നുണ്ട്. പിന്നെ ഉച്ചവരെ പുറത്തെല്ലാം പോകുന്നതല്ലേ, അതുകൊണ്ട് എനിക്കെന്തോ പോലെയാണ്. അതുകൊണ്ട് കുറച്ച് ഓട്സും കൂടെ ഞാൻ ഉണ്ടാക്കലുണ്ട് ഇതിൻ്റെ കൂടെ. ഇതിപ്പോൾ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ മുകളിൽ വെച്ചതാണ്. അതിന് ശേഷം ഇക്കാക്ക് വേണ്ടിയിട്ട് ഞാൻ ഓട്സ് ഉണ്ടാക്കലാണ്. ഓട്സ് ഞാൻ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കൽ. പിന്നെ ഓട്സ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഷുഗർ ആഡ് ചെയ്യലില്ല. ലാസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് തണുത്ത് വന്നതിന് ശേഷം അതിലേക്ക് തേൻ ഒഴിച്ചിട്ട് ആണ് കഴിക്കൽ. ഇക്കാക്ക് അങ്ങനെ തേൻ വേണമെന്നൊന്നുമില്ല, ഷുഗറൊന്നും ആഡ് ചെയ്യാതെയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ തേനോ ഒന്നും ചേർക്കലില്ല. നമുക്ക് കഴിക്കുന്നതാണെങ്കിൽ നമ്മൾ കുറച്ച് തേൻ ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കും. ഇതിപ്പോൾ ഞാനൊരു 3/4 കപ്പ് ഓട്സാണ് ഇട്ട് കൊടുത്തിന്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വന്നാൽ അതിലേക്ക് 3/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് അതും കൂടെ നല്ലോണം ഒന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ആക്കലാണ്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഓട്സ് റെഡിയാകും. ഞാനിങ്ങനെ തന്നെയാണ് ഓട്സ് റെഡിയാക്കുക. പിന്നെ പാലൊഴിച്ചിട്ട് ഓട്സ് ഉണ്ടാക്കുമ്പോൾ ഓട്സിൻ്റെ ബെനിഫിറ്റ് ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞിട്ടെല്ലാം വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാലിൽ നിന്ന് മൊത്തം ഫാറ്റെല്ലാം റിമൂവ് ചെയ്ത പാലാണ്, പാൽപ്പാടെല്ലാം മാറ്റിയ പാലാണല്ലോ. അതുകൊണ്ട് ഞാൻ പാല് ചേർത്തിട്ട് തന്നെയാണ് ഓട്സ് ഉണ്ടാക്കൽ. ഇതിപ്പോൾ
ഓട്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ്. ഇതിപ്പോൾ ഒരു 7 മണി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഒരാൾക്ക് 8 മണിക്കും ഒരാൾക്ക് ഒരു 8:45 സ്കൂളിൽ പോകേണ്ടത്. ഞാനിപ്പോൾ ഉച്ചക്കത്തെ കുട്ടികളെ ലഞ്ച് ബോക്സ് റെഡിയാക്കണം അത്ര. ഇനിയാണ് അത് റെഡിയാക്കേണ്ടത്. ഇനി 1 മണിക്കൂർ മാത്രമേ. ഓട്സിൽ എന്തെങ്കിലും ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് കഴിക്കലാണ്. അപ്പോൾ അത് തന്നെ കട്ട് ചെയ്തിട്ടിട്ട് അങ്ങനെ കഴിച്ചോളൂ. അപ്പോൾ അന്നത്തെ ദിവസം കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ പുറത്തേക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് മലബാർ കുസ്ക റൈസും കോളിഫ്ലവർ മഞ്ചൂരിയനും. ഈ 2 റെസിപ്പിയും ഒരുപാട് പേർക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ റെസിപ്പി കാണിക്കുന്നുണ്ട്. ഇത് രാവിലെ പെട്ടെന്നല്ല കുട്ടികൾക്ക് ലഞ്ച് ബോക്സിന് നെയ്ച്ചോറിൽ ഉണ്ടാക്കുന്ന പോലെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ 2 റെസിപ്പിയും വെജിറ്റേറിയൻസിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഞാൻ റൈസിൽ അങ്ങനെ നോൺ വെജ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ തലേദിവസം തന്നെ വെജിറ്റബിൾസ് എല്ലാം കട്ടാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. രാവിലെ സ്കൂളുള്ളത് കൊണ്ട് തന്നെ എല്ലാം കൂടെ രാവിലെ നടക്കില്ല. ഇതിപ്പോൾ കോളിഫ്ലവർ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാൻ വെച്ചിന്. അതിലേക്ക് ഞാൻ നല്ലോണം വെള്ളം തിളച്ചതിന് ശേഷം കോളിഫ്ലവർ ഇട്ട് കൊടുത്തിന്. ഇനി ഒരു 4-5 മിനിറ്റോ നല്ലോണം തിളച്ച് വന്നതിന് ശേഷം വെള്ളം ഊറ്റി കളയലാണ്. പിന്നെ ഈ വെള്ളത്തിൽ ഉപ്പ് ഇടണം കേട്ടോ. പിന്നെ കോളിഫ്ലവറിൻ്റെ എന്ത് റെസിപ്പി ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ചൂടുവെള്ളത്തിൽ തിളപ്പിക്കുക, അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഇട്ട് വെച്ചാൽ. കോളിഫ്ലവറിൽ നമ്മൾ കണ്ണിൽ കാണാത്ത ചെറിയ പുഴുക്കളും കീടങ്ങളും പിന്നെ എന്തെല്ലോ വിഷങ്ങളും എല്ലാം അടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടാണ് കോളിഫ്ലവറിൻ്റെ എന്ത് റെസിപ്പിയും ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് തന്നെ ആയിരിക്കും. ഇത് ഒരുപാട് ടൈം ഇട്ടിട്ട് തിളപ്പിക്കൊന്നും വേണ്ട. വെള്ളം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഒരു 4-5 മിനിറ്റ് ഒന്ന് തിളച്ചാൽ വെള്ളം ഊറ്റി കളയുക. ഇതിപ്പോൾ ഞാൻ റൈസിന് വേണ്ടിയിട്ട് വെള്ളം ചൂടാകാൻ വെച്ചതാണ്. അന്നത്തെ ദിവസം ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിന്. ഹോസ്പിറ്റലിൽ പോയാൽ വൈകുന്നേരം ആവും തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഡിന്നറിനേക്ക് വേണ്ടിയിട്ടും കൂടെ രാവിലെ തന്നെ ഫുഡ് ഉണ്ടാക്കലാണ്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ അരി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 4.5 കപ്പ് റൈസിനാണ് ഉണ്ടാക്കുന്നത്. ഇത് 2 കപ്പ് റൈസിനെല്ലാം ഉണ്ടാക്കുന്നതാണ് എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി. നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പണിയേ ഉള്ളൂ. ഇപ്പോൾ റൈസ് കഴുകിയെടുക്കലാണ്. നല്ല ക്ലിയർ വെള്ളമാകുന്നത് വരെ ഏത് റൈസായാലും കഴുകിയെടുക്കുക. പിന്നെ രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണം രാത്രി വരെ വെച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണോ അങ്ങനെ കമൻറ്റ് വരുന്നത് കൊണ്ട് പറയുന്നതാണ്. അത് ഒന്നുകിൽ ഒരു ഉച്ചയാകുമ്പോഴാണ് നമ്മൾ പോകുന്നത്. ആ സമയത്ത് ഒന്ന് ചൂടാക്കിയിട്ട് ചൂട് പോവാത്ത പാത്രത്തിലിട്ടിട്ട് വെച്ചിട്ട് അങ്ങനെ രാത്രിയിൽ കഴിക്കുക. പിന്നെ അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ചൂട് മൊത്തം ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് നമ്മൾ കഴിക്കുന്ന നേരം ചൂടാക്കിയിട്ട് കഴിക്കുക. അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഡോക്ടേഴ്സിൻ്റെ ചാനലിൽ കണ്ടതാണ്. പിന്നെ ഫ്രിഡ്ജിൽ ആവശ്യത്തിന് വേറെ ബോക്സിലാക്കിയിട്ട് വെച്ചിട്ട് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ചൂടാക്കിയിട്ട് കഴിക്കുക. ഒരിക്കൽ ചൂടാക്കിയ ഭക്ഷണം വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് നല്ലതല്ല. ഇതിപ്പോൾ ഞാൻ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം ചൂടാൻ വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിന്. ഇത് 1 കിലോ റൈസ് ഉണ്ട്. 5 കപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ 4.5 കപ്പ് എന്നാണ് പറഞ്ഞത്. 5 കപ്പ് റൈസിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നെയ്യ് അവിടുന്ന് ചൂടാകുന്ന ടൈമിൽ വെജിറ്റബിൾസ് എല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കലാണ്. ഇതിപ്പോൾ 2 റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. റൈസിന് വേണ്ടിയിട്ടും കോളിഫ്ലവർ മഞ്ചൂരിയന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് അങ്ങനെ ആ ടൈമിൽ കട്ട് ചെയ്തെടുക്കലാണ്. വെജിറ്റബിൾസ് ഞാൻ തലേദിവസം തന്നെ ക്ലീൻ ആക്കി വെച്ചിന്. കട്ട് ചെയ്തിട്ടൊന്നുമില്ല. വീഡിയോ എടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ടൈം പോകും. അതുകൊണ്ട് ഇങ്ങനെ ക്ലീൻ ആക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാമല്ലോ. അല്ലെങ്കിലും രാവിലെ പെട്ടെന്നെല്ലാം കുട്ടികൾക്ക് ലഞ്ച് ബോക്സെല്ലാം റെഡിയാക്കി കൊടുക്കണമെങ്കിൽ ഇതുപോലെ തലേ ദിവസം തന്നെ ക്ലീൻ ആക്കി വെച്ചാൽ രാവിലെ എന്ത് ഫുഡും ഇനി എന്ത് ഹെവി ഫുഡും ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമാണ്. കിച്ചൺ ഒരുപാട് അലങ്കോലാവും ചെയ്യൂല. പെട്ടെന്ന് തന്നെ റെഡിയാക്കാനും പറ്റും. നെയ്യ് നല്ലോണം ചൂടായിട്ട് വന്നാൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 4 ഏലക്കായ് 4 ഗ്രാമ്പൂ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ടയും കൂടെ ചേർത്തിട്ട് നല്ലോണം മൂത്ത് വന്നാൽ അതിലേക്ക് ഒരു വലിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തതാണ് ഇട്ടെടുത്തത്. ഇതിപ്പോൾ 5 കപ്പ് റൈസിനാണ് ഒരു വലിയ ഉള്ളി ഞാൻ ചേർത്ത് കൊടുത്തത്. നിങ്ങൾ പകുതി ചെയ്യുന്നതാണ് ഒരു ഉള്ളിൻ്റെ പകുതി മാത്രമേ വേണ്ടൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും ഞാൻ തലേദിവസം തന്നെ ക്ലീൻ ആക്കിയിട്ട് മിക്സിയിൽ ഇട്ട് കൊടുത്തിന്. ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇളക്കുമ്പോൾ തന്നെ ഉള്ളിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വരും. ഉള്ളി നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരും ബിരിയാണിക്കെല്ലാം ചെയ്യുന്നത് പോലെ. അപ്പോൾ അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയിലും റോ ടേസ്റ്റ് മാറുന്നത് വരെ 1 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ വെജിറ്റബിൾസ് ആയിട്ട് 1/2 കപ്പ് ഗ്രീൻ പീസ്, 1/2 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് ക്യാപ്സിക്കം. അപ്പോൾ ഇത്രയും 5 കപ്പ് റൈസിലേക്ക് ഇത്രയും വെജിറ്റബിൾസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ബീൻസ് ഉണ്ടെങ്കിൽ 1/2 കപ്പ് ബീൻസും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി പൗഡേഴ്സായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് ഇളക്കി വേവിച്ചെടുക്കുകയൊന്നും വേണ്ട. അത് അരിൻ്റെ കൂടെ തന്നെ വെന്തോളും. ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയ പാടെ തന്നെ അതിലേക്ക് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക. പൗഡേഴ്സിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക.
കൊടുക്കുക. അരിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 5 കപ്പ് ജീരകശാല റൈസാണ് എടുത്തത്. അപ്പോൾ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ 7.5 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം അരിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചോറിൽ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നെയ്ച്ചോറിനെല്ലാം ചേർത്ത് കൊടുക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ നിങ്ങളുടെ അരിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതേ റൈസ് തന്നെ ബസ്മതി അരിയിലും ചെയ്യുക. അപ്പോൾ അതിന് കണക്കായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ജീരകശാല റൈസാണ്. അപ്പോൾ ജീരകശാല എന്ന് ഞാൻ പറയുമ്പോൾ അത് എന്ത് റൈസാണെന്ന് കമൻറ്റിൽ ചോദിക്കലുണ്ട്. ഇത് നെയ്ച്ചോറ് വെക്കുന്ന അരിയാണ്. അത് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. കൈമ റൈസ്, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഇതേ റൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബസ്മതി റൈസിലും ചെയ്യാം. അപ്പോൾ ആ കവറിൻ്റെ പുറത്ത് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവും ഉണ്ടാവും. അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി അതിലേക്ക് ഞാൻ ഒരു ഫുള്ള് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിന്. ഇതിപ്പോൾ 5 കപ്പ് റൈസ് ആയതുകൊണ്ടാണ് ഒരു ഫുള്ള് ചെറുനാരങ്ങ നീര് എടുത്തത്. അപ്പോൾ പകുതി റൈസ് ആണെങ്കിൽ ഒരു ചെറുനാരങ്ങൻ്റെ പകുതി എടുത്താൽ മതി. ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് വെള്ളം തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. തിളച്ചതിന് ശേഷം ഫ്ലെയിം ലോയിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ റൈസ് റെഡിയാവും. ഇനി കോളിഫ്ലവർ മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 3/4 കപ്പ് മൈദ, 3/4 കപ്പ് കോൺഫ്ലോർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് വെള്ളവും ഇത്രയും ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഒരു ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ 1 കിലോ വരുന്ന കോളിഫ്ലവർ കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് എടുക്കുമ്പോൾ ഒരു 800 ഗ്രാം ഉണ്ട്. ആ ഒരു അളവിലേക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ചേർത്തത്. ബാറ്റർ റെഡിയാക്കുമ്പോൾ ഒരുപാട് തിക്കായിട്ടും അല്ല, ഒരുപാട് ലൂസായിട്ടും അല്ല, ആ ഒരു രീതിയിൽ ബാറ്റർ റെഡിയാക്കുക. ഇനി നേരത്തെ ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ തിളപ്പിച്ച് ഊറ്റി വെച്ച കോളിഫ്ലവർ ഒരു പാത്രത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോളിഫ്ലവറിലേക്ക് തന്നെ മൈദയും കോൺഫ്ലവറും കുരുമുളകും ഉപ്പും വെള്ളവും ചേർത്തിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. ആ ടൈമിൽ റൈസിൽ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ തന്നെ റൈസ് റെഡിയാവും. ഇനിയിപ്പോൾ നേരത്തെ മിക്സാക്കി വെച്ച ബാറ്റർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ 2 റെസിപ്പിയും രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പി തന്നെയാണ്. തലേദിവസം തന്നെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്താൽ പിന്നെ കുറച്ച് ക്വാണ്ടിറ്റിയിലെല്ലാം ഉണ്ടാക്കുന്നതാണ് എളുപ്പമാണ്. ഞാനിപ്പോൾ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ബാറ്ററി നല്ലോണം കോളിഫ്ലവർ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സാക്കി കൊടുക്കുക. ചിലപ്പോൾ കോളിഫ്ലവറിലുള്ള വെള്ളം ഇറങ്ങിയിട്ട് ബാറ്ററി കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടിയോ കോൺഫ്ലവറോ മിക്സാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആ ടൈമിൽ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ അല്ലാത്ത ഓയിൽ എടുക്കാൻ നോക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിന്. കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഒരുപാട് ടൈമൊന്നും ഇട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഞാനിപ്പം പകുതി കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിന്. ഇത് 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്യാനുണ്ട്. ഒരു 5 മിനിറ്റ് മതി കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. റൈസ് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു റൈസ് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ എപ്പോഴും നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതിന് പകരം കുറച്ച് വെറൈറ്റി ആയിട്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരെ ഉണ്ടാക്കി നോക്കുക. ആ വെജിറ്റബിൾസും പിന്നെ കുറച്ച് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചേർക്കുന്നതുകൊണ്ട് റൈസിന് തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ആ ഒരു മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് കൊണ്ട് തന്നെ യെല്ലോ കളറിൽ റൈസ് കിട്ടുന്നത് കൊണ്ടും കാണാനും നല്ലതാണ്. ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 5 കപ്പ് റൈസിന് ചേർത്തത് കണ്ടല്ലോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്താൽ റൈസ് റെഡിയായി. ഇതിൽ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി വെജിറ്റബിൾസ് എല്ലാം ചേർക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലേവർ ചോറിലുള്ളത് കൊണ്ട് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും. ആ ടൈമിൽ കോളിഫ്ലവർ മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് പൊരിക്കുമ്പോൾ അങ്ങനെ ഒരുപോലെ പൊരിഞ്ഞ് ഒരേ കളറിൽ ഫ്രൈ ആക്കി എടുക്കാനും പറ്റില്ല. അത് നേരത്തെ ഞാൻ പഴം പൊരിക്കുമ്പോൾ അങ്ങനെ തന്നെ കുറച്ച് ഓയിലാണ് പൊരിച്ചെടുക്കുന്നത്. പിന്നെ ഈ ഫ്രൈ ചെയ്ത ഓയിൽ നമ്മൾ വീണ്ടും ഫ്രൈ ചെയ്യുമ്പോൾ യൂസ് ആക്കാനേ പാടില്ല കേട്ടോ. ഇനി ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് റെഡിയാക്കി വെക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 3 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗറും കൂടെ ചേർക്കണം. ഞാൻ കുറച്ച് കഴിഞ്ഞ് ചേർക്കുന്നുണ്ട്, അന്നേരം ചേർക്കാൻ വിട്ടുപോയതാണ്. വിനെഗറും കൂടെ ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുക. ഗോബി മഞ്ചൂരിയൻ പോലത്തെ ചൈനീസ് വിഭവങ്ങൾ എന്തുണ്ടാക്കുമ്പോഴും നേരത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1 കപ്പ് വെള്ളത്തിൽ നല്ലോണം മിക്സ് ആക്കി. പിന്നെ ഇതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് വെക്കുക. പിന്നെ ഉള്ളി ക്യാപ്സിക്കും സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടും വെക്കാനുണ്ട്. അതെല്ലാം ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മസ്റ്റായിട്ട് വേണ്ടുന്നതാണ് സ്പ്രിംഗ് ഓണിയൻ. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. പിന്നെ
പിന്നെ ഓണിയൻ ചേർക്കുന്നത് കൊണ്ട് ആ ഒരു ഫ്ലേവർ കിട്ടും. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാൻ നോക്കാം. നേരത്തെ വിനെഗർ ചേർക്കാൻ വിട്ടുപോയതുകൊണ്ട് ഞാൻ വിനെഗറും കൂടെ ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാൻ ചൂടാൻ വെച്ചിന് അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെ ചേർത്ത് കൊടുത്തിന്. ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിന്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ടിട്ട് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കുമ്പോൾ തന്നെ നല്ലോണം മൂത്ത് വരും. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വഴറ്റിയതിന് ശേഷം 4 ഉള്ളി സ്ക്വയറായിട്ട് കട്ട് ചെയ്തതും 2 മീഡിയം സൈസ് ക്യാപ്സിക്കം സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിന്. ഉള്ളി ഇത്ര ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് 2 ഉള്ളി ചേർത്താലും മതി. ഇവിടെ ഉള്ളി ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ചേർത്ത് കൊടുത്തത്. ഇനി ഈ വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. കോളിഫ്ലവറിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് കോളിഫ്ലവറിൽ ചേർത്ത് കൊടുത്തിന്. പിന്നെ സോയാ സോസിൽ ഉപ്പുണ്ടാവും, അതും കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഉള്ളി ക്യാപ്സിക്കൊന്നും ഒരുപാട് വെന്ത് വരണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. അതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ച സോസ് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കുക. ചൈനീസ് വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുമ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. സോസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ 2 മിനിറ്റ് ഇളക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരും. ആ ടൈമിൽ നേരത്തെ മിക്സാക്കി വെച്ച കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് ഗ്രേവി ഉള്ളതുപോലെ തോന്നും, പക്ഷേ കോൺഫ്ലോർ ചേർത്തിട്ട് ഇളക്കുമ്പം എല്ലാം ഒന്ന് കറക്റ്റായിട്ട് കിട്ടും. ഇനി ഗോബി മഞ്ചൂരിയന് നല്ലോണം ഡ്രൈ ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഈ സോസിലേക്കും കോൺഫ്ലോറിലേക്കും 1 കപ്പ് വെള്ളം ചേർക്കുന്നതിന് പകരം 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് മിക്സാക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ തന്നെ ഈ ഗ്രേവി എല്ലാം തിക്കായിട്ട് വന്നിട്ട് കോളിഫ്ലവറും കൂടെ ചേർത്ത് മിക്സാക്കുമ്പോൾ അങ്ങനെ ഗ്രേവി ആയിട്ടൊന്നും കാണൂല. ഇതിപ്പോൾ ഞാൻ തിരക്കിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിലാണ് ഉണ്ടാക്കുന്നത് തന്നെ. ഇനി നേരത്തെ ഫ്രൈ ആക്കി വെച്ച കോളിഫ്ലവറും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. അപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ടൈം പോകും, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇതുപോലത്തെ ചൈനീസ് വിഭവങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇതിപ്പോൾ കോളിഫ്ലവറും കൂടെ ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ആക്കുമ്പോൾ ആ ഗ്രേവി എല്ലാം തിക്കായിട്ട് വന്നിട്ട് അങ്ങനെ ഗ്രേവി ആയിട്ടൊന്നും കാണാനൊന്നുമില്ല. ഇനി ഇതിലേക്ക് ലാസ്റ്റ് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ 1/2 ടീസ്പൂണിൻ്റെ സ്പൂൺ എടുത്തത്, അതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തത്. ഇനി മൊത്തത്തിൽ നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് രാവിലെ തന്നെ സോസെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ആ സോസ് ചേർക്കാതെ ഉണ്ടാക്കുക. അതിന് പകരം ഒരു 4 തക്കാളി ചൂടുവെള്ളത്തിലിട്ട് വേവിച്ച് അരച്ചിട്ട് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും എല്ലാം ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ അങ്ങനെയും ഉണ്ടാക്കലുണ്ട്. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ആ ഒരു ചൈനീസ് സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രൈഡ് റൈസ് നല്ല കോമ്പിനേഷനാണ്. പക്ഷേ ഇവിടെ ഇക്കാക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ല. അതിൻ്റെ റൈസ് ഇങ്ങനെ കുറച്ച് വേറിട്ട് നിൽക്കുന്നത് പോലെയല്ല, ഇക്കാക്ക് ഇങ്ങനെ നല്ലോണം വെന്ത് കുഴഞ്ഞ പോലത്തെ റൈസാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇതിപ്പോൾ രണ്ടും റെഡി ആയിട്ടുണ്ട്. മോൾക്ക് 8:15 സ്കൂളിന് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ 8:10 അപ്പോൾ മോളെന്നെ വേല ലഞ്ച് ബോക്സ് എല്ലാം റെഡിയാക്കി. ഇത് വലിയ സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സ് ആണ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയ പാത്രത്തിൽ കുറച്ച് റൈസ് ഇട്ട പോലെയാണ് ഉള്ളത്. ഇതിൽ പകുതി റൈസ് ഇട്ടാൽ തന്നെ ഒരു പ്ലേറ്റിൽ ഫുള്ളായിട്ട് ഇട്ട ആ ഒരു റൈസ് ഈ ഒരു പാത്രത്തിൽ കൊള്ളും. പിന്നെ എൻ്റെ 2 മക്കൾക്കും ഇതുപോലെ സ്റ്റീലിൻ്റെ സാധാ ടിഫിൻ ബോക്സിൽ കൊണ്ടുപോകാനാണ് ഇഷ്ടം. പുറത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ് വരുന്ന ടിഫിൻ ബോക്സെല്ലാം ഞാൻ ചെറുപ്പത്തിൽ ചേർത്തപാട് നമുക്കൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ വാട്ടർ ബോട്ടിലും എല്ലാം കാണുമ്പോൾ അന്നേരം വാങ്ങലുണ്ടായിന്. ഉള്ളിൽ സ്റ്റീൽ വരുന്നത് തന്നെയാണ്, പക്ഷേ അതെത്ര ക്ലീൻ ആക്കിയാലും എനിക്കൊരു ക്ലീൻ ആവാത്ത പോലെയാണ് തോന്നൽ. തിളച്ച വെള്ളം ഒഴിച്ചിട്ടും അങ്ങനെയെല്ലാം ഒന്ന് ക്ലീൻ ആക്കൽ. പക്ഷേ ഇപ്പോൾ മക്കൾക്കും ഇഷ്ടമല്ല, എനിക്കും അങ്ങനത്തെ ടിഫിൻ ബോക്സ് ഒന്നും ഇഷ്ടമല്ല. ഇതുപോലെ സിമ്പിൾ ടിഫിൻ ബോക്സ് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഇവരുടെ സ്കൂളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലും സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സും മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇതിപ്പോൾ മക്കൾ രണ്ടാളും സ്കൂളിൽ പോയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. മോള് +2നും മോനും 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മോള് ലൈൻ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തേക്ക് ഒരു 15 മിനിറ്റ് നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്ക ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ കൊണ്ടുവിടലാണ്. പിന്നെ മോൻ്റെ വണ്ടി വീടിൻ്റെ മുറ്റത്ത് തന്നെ വരും. അപ്പോൾ രണ്ടാളും പോയതിന് ശേഷം ഞാൻ ക്ലീനിങ്ങിൻ്റെ പണിയെല്ലാം തുടങ്ങുമ്പോഴാണ് അമ്മയിൽ വന്നിട്ട് മുറ്റത്ത് തന്നെ നിൽക്കുന്നത്. നമ്മൾ സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിന്. ഞാൻ വേഗം മൊബൈൽ എടുത്തിട്ട് വരുമ്പോഴത്തേക്കും അത് പാറിയിട്ട് അപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയതാണ്. പിന്നെ ഈ മയിൽ അധികം വീടിൻ്റെ മുറ്റത്ത് തന്നെ കളിക്കുന്നുണ്ടാവും. ഒരു 4-5 മൈലെല്ലാം ഉണ്ടാവും കേട്ടോ, ഒന്ന് മാത്രമല്ല. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ അത് പാറിപ്പോവും. അതിനുശേഷം പാത്രം കഴുകലും വീട് മൊത്തത്തിൽ ക്ലീനാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നതാകുമ്പോൾ അന്ന് ഉച്ചക്ക് പുറത്ത് പോകാനില്ലത് കൊണ്ട് തന്നെ കറക്റ്റ് ടൈമിൽ ഇറങ്ങാനും പറ്റില്ല. അതുകൊണ്ട് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതിന് ശേഷം ഞാൻ കുളിക്കാൻ പോകുന്ന ആ ടൈമിലാണ് ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് പായസം കൊണ്ടുവന്നിട്ടുണ്ടായിന്. ചെറുപയർ പരിപ്പിൻ്റെ പ്രഥമനാണ്. എനിക്ക് ഈ പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് നമ്മൾ കഴിക്കലാണ്. പായസമെല്ലാം കുടിച്ചതിന് ശേഷം പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി കുളിച്ച് റെഡിയാകലാണ്. ഹോസ്പിറ്റലിൽ പോയിട്ട് വേറെയും പോകാൻ
പോകാനുണ്ടായിനി. അങ്ങനെ ഒന്ന് രാത്രി അതിന് തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. പിന്നെ പുറത്ത് നല്ല മഴയാണ് ഉണ്ടായിട്ടുണ്ടായിനി രാത്രി വരെ. അതുകൊണ്ട് തന്നെ പുറത്ത് പോയ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ രാത്രിയിൽ വീട്ടിലെത്തിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ റൈസും ഗോബി മഞ്ചൂരിയനും ഉണ്ടാക്കിയിട്ട് അത് വിളമ്പുന്നതൊന്നും നേരത്തെ കാണിച്ചിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ രാത്രി കഴിക്കുമ്പോൾ അങ്ങനെ വീഡിയോ എടുത്തു. അപ്പോൾ ഇതുപോലെ മലബാർ കുസ്ക റൈസും ഗോബി മഞ്ചൂരിയനും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നിയത്. അപ്പോൾ ഒരുപാട് വഴറ്റാതെയല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ എല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ സോസ് ഇഷ്ടമല്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോസ് ചേർക്കാതെയും. പിന്നെ ഗോബി മഞ്ചൂരിയൻ്റെ കൂടെ ഫ്രൈഡ് റൈസ് നല്ല കോമ്പിനേഷനാണ്. പക്ഷേ ഇത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല എളുപ്പമാണ് ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് ഞാൻ വോയിസ് കൊടുക്കുമ്പോഴും. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം രാത്രിയിൽ മോൻ്റെ കുറച്ച് ബുക്സ് പൊതിയിടാൻ ബാക്കിയുണ്ടായിനി. അപ്പോൾ അത് പൊതിയിട്ട് കൊടുക്കലാണ്. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. സ്കൂൾ ഓപ്പൺ ആയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടെടുത്ത വീഡിയോ ആണ്. അപ്ലോഡ് ആക്കാൻ ലേറ്റ് ആയതാണ്. അപ്പോൾ പൊതി മക്കൾ തന്നെ ഇടും. പക്ഷെ എനിക്കെല്ലാം വൃത്തിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇട്ടിട്ട് കാണണം. അപ്പോൾ അവരിട്ടാൽ എനിക്ക് അത്ര തൃപ്തി ആവലില്ല. ഞാൻ പറയും അത് ശരിയായിട്ടില്ല, ഇവിടെ ശരിയായിട്ടില്ല എന്ന് പറയും. അന്നേരം അവർ പറയും എന്നാൽ പിന്നെ ഉമ്മേനെ ഇട്ടോ എന്ന് പറയും. അതുകൊണ്ടാണ് ഇതുപോലത്തെ തടിച്ച ടെക്സ്റ്റ് ബുക്ക് പൊതിയിടാൻ കുറച്ച് പണിയുണ്ട്. അപ്പോൾ മക്കൾ ചെയ്താൽ ആ സൈഡ് അത്ര ലെവലായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടലില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ്. നോട്ട്ബുക്സ് എല്ലാം മോൾ തന്നെ പൊതിയിടലുണ്ട്. പിന്നെ ഞാൻ അധികവും എന്തെങ്കിലും തുണി മടക്കി വെക്കൽ, ഇസ്തിരി ഇടൽ, ഇങ്ങനത്തെ പണിയെല്ലാം ഈ ഒരു സോഫൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ചെയ്യൽ. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് TV വരുന്നത്. അപ്പോൾ TV എന്തെങ്കിലും കണ്ടുകൊണ്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ പെട്ടെന്ന് പണി തീരുന്നത് പോലെയാണ് തോന്നൽ. വെറുതെ ഇരുന്നിട്ട് ചെയ്യുമ്പം മടുപ്പ് തോന്നും. അധികവും രാത്രിയിലാണ് തുണിയെല്ലാം മടക്കി വെക്കൽ. അന്ന് നല്ല മഴയായതുകൊണ്ട് തന്നെ തുണിയൊന്നും ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ട് അന്ന് തുണി മടക്കി വെക്കാനൊന്നും ഉണ്ടായിട്ടില്ല. മേലെ പുറത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അവിടെയാണ് തുണി ആറിയിടൽ. നമ്മൾ ആറിയിടലെന്നാണ് പറയൽ. അപ്പോൾ തുണി വിരിച്ചിടുന്നതിന് അവിടുന്ന് നനയൊന്നും ചെയ്യില്ല. പക്ഷേ ഒരു മണിക്കൂറെങ്കിലും വെയിൽ വേണം, എന്നാലേ ഉണങ്ങലുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് തരുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളോട് എങ്ങനെയാണ് താങ്ക്സ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. യൂട്യൂബ് അനലിറ്റിക്സിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസോ വ്ളോഗ്സോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ ബൈ. അസ്സലാമു അലൈക്കും.